ഹലോ ഗായ്സ്, ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗാണ്. ആക്ച്വലി വീഡിയോ ഞാൻ ഷോർട്സൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട്, പക്ഷേ വ്ളോഗായിട്ട് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പം ഞങ്ങൾ റീസെൻ്റ്ലി ഒരു ഹത്താർ റിസോർട്ട് പോയി. അപ്പം ഞാനൊരു കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. കുഞ്ഞ് വ്ളോഗാണ്. ഒരു ദിവസത്തെ പോയ ഒരെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവരും കാണുക വീഡിയോ ആൻഡ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ എനിക്ക് പറയാൻ അറിയത്തില്ല, ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ച്. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. പറ, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. വ്ളോഗ് ആയതുകൊണ്ട് കുറച്ച് മടുപ്പുണ്ട് സംസാരിക്കുന്നതിന്. ഞാൻ എന്തൊക്കെ പറയണം എന്ന് എവിടെ നോക്കണം എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ആക്ച്വലി ഇവിടെ നോക്കി സംസാരിക്കുന്ന ക്യാമറയിൽ നോക്കുമ്പോഴേ കറക്റ്റായിട്ട് വരത്തുള്ളെന്ന് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഫസ്റ്റ് വീഡിയോ എഡിറ്റിങ് കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. പറ, അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാവരും കാണണം എന്ന് പറ, എല്ലാവരും കാണണം എന്ന് പറ, എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം എന്ന് പറ. എന്നാ അപ്പം നമ്മൾ വീഡിയോയിലോട്ട് പോകാമേ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഹത്തയിൽ റിസോർട്ട് ബുക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ സിസ്റ്ററൊക്കെ നാട്ടിൽ പോയി. അപ്പോൾ നമ്മൾ വിചാരിച്ച ആരും ഇല്ലല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാം, ബോറടിക്കുവാന്ന് വിചാരിച്ചിട്ട് പോയി. നല്ല രസമാണ്. ഹത്തയിലോട്ട് പോകുന്ന റോഡൊക്കെ സൂപ്പറാണ്, നല്ല പച്ചപ്പൊക്കെ ഉണ്ട്. കുറേ ഫാംസ് ഇപ്പൊക്കെ നല്ലോണം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഹത്തയിൽ. അപ്പം നമുക്ക് കുറേ കാണാനുണ്ട്. ഇനി ഈ വിൻ്റർ ആകുമ്പം ഹത്ത മൊത്തം ഒന്ന് കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല നല്ല പ്ലേസ് ആണ്. ഇപ്പം കുറേ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല പച്ചപ്പ. ഇപ്പം നമ്മൾ എത്തിയിട്ടാണ്ടേ, ഹത്ത എത്തിയിട്ടുണ്ട്, റിസോർട്ട് എത്താറായി. ഈ റൗണ്ട് അബൌട്ട് കഴിഞ്ഞാൽ നമ്മുടെ റിസോർട്ടാണ്. റിസോർട്ടിൻ്റെ പേര് JA ഹത്ത ഫോർട്ട് ഹോട്ടൽ, അങ്ങനെ ആയിരുന്നു. നല്ല രസമായിരുന്നു, നല്ല ആംബിയൻസ്, നല്ലൊരു റിസോർട്ടാണ്. കിഡ്സിന് വേണ്ടിയൊക്കെ സൂപ്പറാണ്. കുറേ ആക്ടിവിറ്റീസും ഉണ്ട്. അങ്ങനെ ഇവിടെ നമ്മൾ എൻട്രി ചെയ്യുവാണ്. ഇവിടെ ഫസ്റ്റ് ഇവിടെ തന്നെ കിഡ്സിൻ്റെ പ്ലേ ഏരിയ ആണ് കളിക്കാനുള്ള. പിന്നെ അവിടെ തന്നെ ഒരു ഇതുമുണ്ട്, എന്താ പറയുന്നത്, പെറ്റ്സൊക്കെ ഉള്ളത് ഉണ്ട്. കുറച്ച് ആനിമൽസ്, റാബിറ്റും അങ്ങനെയൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ ഇപ്പം പോകുന്ന എൻട്രൻസ് ആണ്. നല്ലൊരു പ്രോപ്പർട്ടിയാണ്, നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നല്ല ഗ്രീനറി, ഗാർഡൻ, സ്വിമ്മിങ് പൂള്, 2 സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു. ഫാമിലി ആയിട്ട് പോകാൻ വേണ്ടി സൂപ്പർ പ്ലേസ് ആയിരുന്നു. പിന്നെ ഇവിടെ നല്ല ഇങ്ങനെ ഹട്ട് പോലായിരുന്നു, റൂംസൊക്കെ ഇങ്ങനെ ഹട്ട് പോലെ ഇരിക്കുക, സെപ്പറേറ്റ് ആയിട്ട്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഇവിടുത്തെ. പിന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ അഡൾട്ട് സ്വിമ്മിംഗ് പൂളായിരുന്നു, ഒന്ന് എനിക്ക് ഫാമിലി സ്വിമ്മിംഗ് പൂൾ, സൂപ്പർ സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ ഇത് എൻട്രൻസ് ആണ്. ഇവിടെ തന്നെ പാർക്കിംഗ് അടുത്ത് തന്നെ ഉണ്ട്. അപ്പം അവർ പോയി പാർക്കൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ ലോബിയിൽ കയറി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം, ലോബി കയറുമ്പോൾ ഫസ്റ്റ് ഇതൊക്കെയാണ് വ്യൂ. പിന്നെ നമ്മൾ റൂമിൽ പോയി. അകത്തൊക്കെ നല്ല റൂമായിരുന്നു, സൂപ്പർ റൂം. ഞാൻ എൻ്റെ അടുത്തിട്ട് പിന്നെ ഒന്ന് വീഡിയോ എടുക്കുന്നുണ്ട് റൂമിൻ്റെ. ആദ്യമേ അവനെ പോയി ഇരുത്തി അവിടെ, എന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ബാത്റൂമാണ്, സൂപ്പർ ബാത്റൂം, നല്ല ടബും കാര്യങ്ങളൊക്കെ, നല്ല സൂപ്പർ ബാത്റൂം ആസ് യൂഷ്വൽ നമ്മുടെ റിസോർട്ടിലൊക്കെ ഉള്ള പോലെ, പക്ഷേ സൂപ്പറാണ്, നല്ലതാണ്. പിന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. നല്ല ആക്ച്വലി ഹട്ട് പോലെ ആയിരിക്കുന്നുണ്ട്, ഒരു ഇങ്ങനെ വേറെ ത്രികോണം അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു, അല്ലാതെ ഇങ്ങനെ സ്ക്വയർ പോലുള്ള അല്ലായിരുന്നു. അതൊക്കെ കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ലൊരു സൂപ്പർ ബാൽക്കണി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വ്യൂ ഒക്കെ സൂപ്പർ വ്യൂ ആയിരുന്നു. മോർണിംഗ് ഒക്കെ നല്ല വ്യൂ. അന്നത്തെ ദിവസം നല്ല ക്ലൈമറ്റും കൂടെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഒന്ന് വിചാരിച്ചാൽ അവിടെ അടുത്തൊരു സുഹേല ഡാം എന്ന് പറഞ്ഞൊരു ഡാമുണ്ട്. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ കണ്ടതായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊന്ന് ജസ്റ്റ് അവിടെയും കൂടെ പോയിട്ട് വരാം, എന്തായാലും ഇവിടെ വരെ വന്നില്ലേ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായി കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോയിട്ട് വന്നതായിരുന്നു. ഇതവിടെ പക്ഷെ നല്ല തിരക്കായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ പ്രിപ്പയർ ആയിട്ടും പോയില്ല, ഡ്രസ്സൊന്നും കൊണ്ടുപോയില്ല, അതുകൊണ്ട് ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയില്ല. ഇതവിടുത്തെ ഡാമിൻ്റെ വ്യൂ ഒക്കെ ആയിരുന്നു. അന്ന് അത്ര ഈ ക്ലൗഡി ആയതുകൊണ്ട് സൺസെറ്റിൻ്റെ ആ ഒരു വ്യൂ കിട്ടിയില്ല. പക്ഷെ എന്നാലും സൂപ്പറായിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നിൽക്കാൻ നല്ല രസമായിരുന്നു. വലിയ ഒത്തിരി തണുപ്പും ഇല്ല, ഒത്തിരി ചൂടും ഇല്ല, നല്ലൊരു കാറ്റും
ഇവിടുന്ന് എൻ്റെ കൊച്ചും ഇച്ചിരി വോയിസ് ഓവറൊക്കെ തരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് നിൽക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇറങ്ങി. പിന്നെ നമ്മൾ തിരിച്ചു വന്നു വെച്ചാൽ പൂളൊക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്മളെ ഹോട്ടലും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണ്ടേ. ഇതായിരുന്നു പൂൾ. സൂപ്പർ പൂളായിരുന്നു. ഒരു വാട്ടർഫാൾ പോലെയൊക്കെ സൂപ്പർ പൂൾ. അവിടെ കുറേ നേരമൊക്കെ കളിച്ച് എന്നിട്ട് കുഞ്ഞിറങ്ങുന്ന പോലും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ജസ്റ്റ് വിചാരിച്ചൊന്ന് മൊത്തം പ്രോപ്പർട്ടി ഒന്ന് കണ്ടിട്ട് വരാം എന്തൊക്കെയാണെന്ന്. അപ്പം നെക്സ്റ്റ് രാവിലെ പോകുമ്പം നമ്മൾ ഡയറക്റ്റ് അവിടെ പോയാൽ മതിയല്ലോ. പിന്നെ ഞാൻ മോർണിംഗ് എഴുന്നേറ്റ് അവിടുത്തെ വ്യൂ ആയിരുന്നു. സൂപ്പർ വ്യൂ ആയിരുന്നു. മോർണിംഗ് നല്ല ഇളം കാറ്റും നല്ല രസമായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ റെഡിയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ അവിടെ ഒരു ഇതുണ്ട്, ഫീഡ് ചെയ്യാം, ആനിമൽസിനെയൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ പോകാമെന്ന് വിചാരിച്ചു. അത് ആ ഹട്ടാണ് ഞാൻ കാണിക്കുന്ന ആ ഹട്ടൊക്കെയാണ്. അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. പിന്നെ അവിടെ ജസ്റ്റ് ഇങ്ങനെ ചെസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അത് നമുക്ക് ശരിക്കും കളിക്കാൻ പറ്റും. ആക്ച്വലി വലിയ വലിയ സാധനമാണ്. അത് പൊക്കി മാറ്റാൻ പറ്റുന്ന ടൈപ്പായിരുന്നു. പിള്ളേർക്ക് എൻജോയ് ചെയ്യാൻ നല്ല പറ്റിയ സ്ഥലമാണ്. അവർക്ക് വേണ്ടി കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ദിവസം പോയുള്ളല്ലോ, അതുകൊണ്ട് ആക്ച്വലി മൊത്തം കവർ ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് കുറച്ച് ചെയ്തേ ഉള്ളൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഇറങ്ങാനുള്ള സമയമായി 12 o'clock വരെ ഉള്ളൂ ടൈം. അപ്പോൾ നമ്മൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ആനിമൽസിനെയൊക്കെ കണ്ട് ഫീഡ്, ഇവന് കുഞ്ഞിന് കളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ചെയ്ത്. ബാക്കി കുറേ സാധനം, ഗോൾഫ്, മിനി ഗോൾഫ് ഉണ്ട്, പിന്നെ ടെന്നീസ്, അങ്ങനത്തെ കുറേ ഉണ്ട്, ജിമ്മ്. പക്ഷെ നമുക്കൊന്നും പോകാൻ സമയമില്ലായിരുന്നു. കുഞ്ഞിനെ കൊണ്ട് പാടായിരുന്നു, എല്ലാം കൂടെ കവർ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടങ്ങ് വന്ന്. അപ്പോൾ നമ്മൾ അവിടെ ഫീഡൊക്കെ ചെയ്യാൻ പറ്റും. അവർ കുറച്ച് പ്ലാന്റ്സൊക്കെ തരും നമുക്ക്. അപ്പോൾ അവരുടെ ഫീഡൊക്കെ ചെയ്യാം. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ട. അവനിൽ റാബിറ്റിൻ്റെ കൂടെയൊക്കെ കുറേ കളിച്ച്. അവന് വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് പേടിയായിരുന്നു, അയ്യോ ഇതിരിക്കുമോ എന്തുവാ ചെയ്യുന്നത്. പക്ഷെ അവനൊരു പ്രശ്നമില്ല. അവനിതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. കുഞ്ഞുങ്ങൾക്ക് നല്ല സൂപ്പറാണ്. അതിൻ്റെ ഈ ക്യാമറ കുറച്ച് അങ്ങോട്ട് തീഞ്ഞു പോയെന്ന് തോന്നുന്നു. അയ്യോ അഡ്ജസ്റ്റ് ചെയ്യണേ. ഞാൻ ഇപ്പോഴിത് ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴാണ് നോക്കിയത്, ഇത് ഇങ്ങനെ ഇരിക്കുവാണെന്ന് തോന്നുന്നു. പിന്നെ ആമയുണ്ട്. നമ്മൾ ആമ ആസ് യൂഷ്വൽ സ്ലോ ആയിട്ട് കയറി കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കത്തുള്ളൂ. പക്ഷെ അവർ നമ്മളെ എൻ്റർ ചെയ്യിപ്പിക്കും, പിന്നെ ഫീഡൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. നല്ല റാബിറ്റ്സ്, കുറേ റാബിറ്റ് ഉണ്ടായിരുന്നു. ക്യൂട്ട് റാബിറ്റായിരുന്നു. ഇവന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ അവൻ നല്ലോണം കളിച്ച് ആ റാബിറ്റിൻ്റെ കൂടെയൊക്കെ. നിങ്ങൾ ഫാമിലിയായിട്ട് ഇറങ്ങാനാണ് നോക്കുവാണെങ്കിൽ പിന്നെ ആ സമയത്ത്, ആക്ച്വലി ആ സമയത്ത് ആ വീക്ക് നല്ല ടൈമായിരുന്നു. നല്ല ക്ലൈമറ്റും കാര്യങ്ങളും ആയിരുന്നു. സമ്മർ ആണെങ്കിലും അന്നത്തെ ആ 1 വീക്ക് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഹത്ത സൈഡൊക്കെ നല്ല മഴയൊക്കെ പെയ്യും. അപ്പം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ ചൂടത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കമ്പയർ ടു ദുബായ്, ഷാർജയൊക്കെ അവിടെ ടെമ്പറേച്ചർ കുറച്ച് കുറവാണ്. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എനിക്ക് 11 o'clock 10 o'clock വരെ ഉള്ളല്ലോ. ഇതാണ് അഡൾട്ട് പൂൾ. ഇവിടെ അഡൾട്ട് ഓൺലി ആണ്. അപ്പം കിഡ്സിൻ്റെ പൂൾ ഞാൻ നേരത്തെ കാണിച്ച് സെപ്പറേറ്റ് അതായിരുന്നു ഇത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ലാസ്റ്റ് ആയിട്ട് ഇത്രയേ ഉള്ളായിരുന്നു. ഓക്കെ, ബൈ.